നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുഹറം 10 വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ഷിയ വിഭാഗം ഇത് ആഘോഷിക്കപ്പെടുന്നു. ഞങ്ങളുടെ നേതാവായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കർബലയെ ആഘോഷിക്കുകയാണ്. എന്നാൽ ഇസ്ലാമിക രീതി അങ്ങനെയല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു നമ്മൾ അനുസ്മരിക്കുന്നു, അവിടത്തേക്ക് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ഇതൊരു ആചാരമായി കൊണ്ടു നടക്കേണ്ട ഒന്നാണോ? അല്ല. അന്ന് കറുത്ത വസ്ത്രം ധരിക്കുന്നു, ദേഹത്തിലൂടെ മുറിവുകൾ ഉണ്ടാക്കുന്നു, വ്യത്യസ്തങ്ങളായ അനാചാരങ്ങൾ നടത്തുന്നു. ഇതിനെയെല്ലാം ഇസ്ലാം എതിർത്തിട്ടുണ്ട്. ലോകാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളെ 2 കാറ്റഗറൈസ് ചെയ്തുകൊണ്ടാണ് അടയാളപ്പെടുത്താറുള്ളത്. 1 സുന്നി, 2 ഷിയ. ഇങ്ങനെയാണ് ലോകത്തുള്ളത്, സുന്നികളും ഷിയാക്കളും. സുന്നികളുടെ പ്രത്യേകത എന്താണ്? അവർ ഖലീഫമാരെ അംഗീകരിക്കുന്നു, അവർ അഹ്ലു ബൈത്തിനെ അംഗീകരിക്കുന്നു, റസൂലുള്ളാഹിന്റെ കുടുംബങ്ങളെ ചര്യ അംഗീകരിക്കുന്നു. ഷിയാക്കളുടെ പ്രത്യേകത എന്താണ്? ഷിയാക്കളുടെ വാദപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുക്കേണ്ടത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സിദ്ദീഖ് തങ്ങൾ അംഗീകരിക്കുന്നില്ല, ഉമർ തങ്ങളെയോ ഉസ്മാൻ തങ്ങളെയോ അംഗീകരിക്കുന്നില്ല. നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ വിശ്വാസം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം നമ്മുടെ നായകർ അത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ്. നബിമാർക്ക് ശേഷം തഹ്ഖീഖിന്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ അത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് ആണ്, പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ഈ വിശ്വാസത്തിൽ നിന്ന് പിഴച്ചുപോയി, സ്വഹാബത്തിനെ നിരാകരിച്ചുപോയി, അഹ്ലു ബൈത്തിനെ നിരാകരിച്ചുപോയി എന്നതാണ് ഷിയാക്കൾക്ക് പറ്റിയ ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ട് മുഹറം 10 നമ്മൾ എടുക്കേണ്ട ചില പാഠങ്ങളാണത്. അഹ്ലു ബൈത്തിനെ നിന്ദിക്കുന്ന, അഹ്ലു ബൈത്തിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. മഹാനായ അൽ ഇമാമുൽ അഇമ്മ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, അഹ്ലു ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകും ഫർളും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു. മഹാനവറുകൾ പാടിവെച്ച കവിതയാണ്. അഹ്ലു ബൈത്തിനെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് പറയുന്നത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. കഫാകും മിൻ അലീമിൽ ഖദ്രി അന്നകും മൻ ലം യുസല്ലി അലൈക്കും ലാ സ്വലാത ലഹു. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത, അവർക്കുള്ള പ്രത്യേകതയെ, പരിശുദ്ധിയെ സ്ഥിരപ്പെടുത്തുന്നത് ഈ ഖുർആനിലും ഹദീസിലും അവരുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിസ്കാരത്തിൽ അവരുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞില്ലെങ്കിൽ, സ്വലാത്ത് ഇല്ലെങ്കിൽ നിസ്കാരം പോലും പൂർത്തിയാകൂലല്ലോ. റസൂലുള്ളാഹിന്റെ പേരിൽ മാത്രം സ്വലാത്ത് ഇല്ല പോരാ, അവിടുത്തെ കുടുംബത്തിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദന്മാരെ ആദരിക്കുക, സയ്യിദന്മാരെ ബഹുമാനിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവണം. അവരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാം, അവർ മഅസൂമീങ്ങളല്ലല്ലോ, നബിമാരാണ് മഅസൂമീങ്ങളായ ആളുകൾ. പക്ഷേ സയ്യിദന്മാരിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചോട്ടെ, അവരിൽ നിന്ന് എന്ത് കാര്യങ്ങൾ സംഭവിച്ചോട്ടെ, അവരെ നമുക്ക് മാന്യമായി ഉപദേശിക്കാം, അവരെ മാന്യമായി നമുക്ക് ഉപദേശിക്കാം. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്ന് ആക്രമിക്കുന്നുണ്ട്, മഹാനവറുകളുടെ ബോധം പോകുന്നു. അങ്ങനെ ബോധം തിരിച്ചു കിട്ടിയ സമയത്ത് മാലിക് തങ്ങൾ പറഞ്ഞു, എന്നെ ആക്രമിച്ച ആ മനുഷ്യനെ ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്താ അങ്ങനെ പറയുന്നത്? അങ്ങേ ആക്രമിച്ചുകൊണ്ട് ബോധം കെടുത്തിയ മനുഷ്യന് പുറത്തു കൊടുത്തു എന്നോ? എന്താണ് അങ്ങനെ പറയുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്നെ ആക്രമിച്ചയാൾ ഒരു സയ്യിദായിരുന്നു. എന്നെ ആക്രമിച്ചു എന്ന കാരണം കൊണ്ട് ഒരിക്കലും നാളെ ആഖിറത്തിൽ എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികൾ അവിടെ ബുദ്ധിമുട്ടുന്നത് എനിക്കിഷ്ടമല്ല. അവിടെ ഹബീബ് ഉണ്ടാകുമല്ലോ, ഹബീബിന്റെ മുന്നിൽ വെച്ച് എങ്ങനെയാണ് സയ്യിദന്മാരെ ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പുറത്തു കൊടുത്തു എന്ന് മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സയ്യിദന്മാരെ നമ്മൾ ആദരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, 4 വിഭാഗം ആളുകൾക്ക് എൻ്റെ ശഫാഅത്ത് കിട്ടും. പരലോകത്തിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന 4 വിഭാഗം ആളുകൾ. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ ആദരിച്ചവരാണ്, എൻ്റെ കുടുംബത്തെ ആദരിച്ചവർ, സയ്യിദന്മാരെ ആദരിച്ചവർ, ബഹുമാനിച്ചവർ. 2, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തവരാണ്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുത്തവരാണ്. 3, പ്രയാസഘട്ടങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുന്നവരാണ്, അവരെ മാറ്റി നിർത്തുന്നവരല്ല. 4, നാവ് കൊണ്ടും മനസ്സുകൊണ്ടും അവരെ ഉപദ്രവിക്കാതെ സ്നേഹിച്ചവരാണ്. അല്ലാഹു തആല ആ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കൽ നിർബന്ധവും അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കൽ കുറ്റകരമാണ്. അവരിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്തത് സംഭവിച്ചാൽ പോലും ഹൃദയത്തിന്റെ ഉള്ളിൽ പോലും നമ്മൾ സയ്യിദന്മാരെ നിരൂപണം നടത്താൻ പാടില്ല, അവരെ നിരൂപണം നടത്താൻ നമ്മൾ പാടില്ല, അവരോട് എതിരായിട്ടൊന്നും നമ്മൾ പറയാൻ പാടില്ല. എന്ന് മാത്രമല്ല, അവരെ കണ്ടാൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പറഞ്ഞല്ലോ, എവിടെ കണ്ടാലും എഴുന്നേറ്റ് നിൽക്കണം എന്നാണ്.
സയ്യിദന്മാര് അത് കുഞ്ഞായിക്കോട്ടെ മുതിർന്നവനായിക്കോട്ടെ ആരായിക്കോട്ടെ, സയ്യിദാണോ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളതാണ്. അവരെക്കാൾ ഉയർന്ന തലത്ത് നമ്മൾ ഇരിക്കാൻ പാടില്ല. സയ്യിദന്മാര് നിലത്തിരിക്കുമ്പോൾ നമ്മൾ ഉയർന്ന നിലത്തിരിക്കാൻ പാടില്ല. അവര് സാധാരണ രൂപത്തിലിരിക്കുമ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്തിരിക്കാൻ പാടില്ല. അവരുടെ സമ്മതമുണ്ടെങ്കിൽ ആവാം എന്നുണ്ട്, സമ്മതമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അവരെ കൊണ്ട് സേവനം ചെയ്യിപ്പിക്കാൻ പാടില്ല, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, അവരെ ബുദ്ധിമുട്ടിപ്പിക്കുക, ഈ രൂപത്തിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലാഹു തആല മുഹറം 10 ബർക്കത്ത് കൊണ്ട് സയ്യിദന്മാരെ മാറോടണച്ചുകൊണ്ട് സ്നേഹിക്കാൻ, അവരെ വസീലയാക്കി അവരിലൂടെ സ്വർഗത്തിലേക്ക് എത്താൻ സാധുക്കളായ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സയ്യിദന്മാരുടെ ഗണത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട മഹാമനുഷ്യയാണ്